മുംബൈയിൽ പണം തട്ടിയ പൗലോസിന് നേരെ കേസ് കൊടുത്ത് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലീന പൗലോസിന് നേരെ കേസ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അതായത് വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റാലിനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ പൗലോസും കൂട്ടാളികളും എന്ന് അലീന തിരിച്ചറിയുന്ന മുഹൂർത്തമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ അലീനയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന നമ്മുടെ പൗലോസിനെയും കൂടാതെ തന്നെ കൂടെയുള്ളവരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണാം. കാരണം അലീനയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഇതിൽ നിന്ന് ലാഭം കിട്ടുന്ന പണം പപ്പയ്ക്കല്ല മറിച്ച് അനാഥാലയത്തിലേക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ കണക്ക് കൂട്ടലുകൾ എവിടെയും തെറ്റാൻ പാടില്ല എന്നും കണക്കുകൂട്ടലുകൾ ശരിയായിരിക്കണമെന്നും അലീന തീരുമാനിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ കടയിൽ പോയിട്ട് കടയിലാൾ അവരുടെ ആളായതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് വാങ്ങിയിട്ട് കൂടുതൽ എഴുതി ചേർക്കുകയാണ് എന്ന് കാണാം. അവർ വിചാരിക്കുന്നില്ല അലീന ഇതൊക്കെ ചെക്ക് ചെയ്യുമെന്ന്. പക്ഷേ അവർ തിരിച്ചു വന്ന് കഴിയുമ്പോൾ കൊണ്ടുവന്ന സാധനത്തിൻ്റെ ബില്ലും പൈസയും സാധനങ്ങളടക്കം അലീന നോക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതായത് ഈ ബില്ലും ഈ സാധനങ്ങളും ഈ കണക്കും തമ്മിൽ ഒത്തുചേരുന്നില്ലല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും തിരിമറി ഇതിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ പൗലോസും കൂട്ടാളികളും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ പൗലോസേട്ടാ, നിങ്ങളോടും കൂടിയാണ് ഞാൻ ചോദിച്ചത്, ഇതെന്താ ബില്ലും കണക്കും കാര്യങ്ങളും സാധനങ്ങളും തമ്മിൽ ഒന്നും അങ്ങോട്ട് എത്താത്തെ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം എനിക്കറിയില്ല കുഞ്ഞെ, അത് ചിലപ്പോൾ ആ പുള്ളിക്ക് തെറ്റിയതായിരിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിൽ ശരി, നമുക്കൊന്ന് പോയി ചോദിച്ച് മനസ്സിലാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ പൗലോസേട്ടനോട് സാധനങ്ങളൊക്കെ തിരികെ ആ ജീപ്പിൽ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് പൗലോസാണെങ്കിൽ ആ സാധനങ്ങൾ ജീപ്പിൽ കൊണ്ടുപോയി വയ്ക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പൗലോസും നമ്മുടെ ഡ്രൈവറും നമ്മുടെ വല്യപ്പച്ചനും അലീനയും ചേർന്ന് യാത്ര തിരിക്കുകയാണ്. കയറുന്നതിന് മുമ്പ് തന്നെ അലീന വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി മറുപടി പറയാനായിട്ട്. നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് എന്ന് പറയുന്നു. ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ഒരു അലീനയായിരിക്കുമെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസൊന്നും മിണ്ടാതെ കാണാം. എങ്കിൽ ശരി കയറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 4 പേരും യാത്ര തിരിക്കാൻ പോവുകയാണ്. ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. റൂട്ടിൽ നിന്ന് നാണം കെടണോ അതോ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണമോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ പൗലോസാണെങ്കിൽ പറയാണ്, കുഞ്ഞെ അത് ഞങ്ങൾ എടുത്തതാണ് എന്ന് പറയുന്നു. എനിക്കറിയാം പൗലോസേട്ടാ, അത് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എനിക്ക് മുന്നേ മനസ്സിലായതാണ്. ഇന്നാൾ
നിങ്ങൾ പപ്പയ്ക്ക് കൊടുത്തൊരു ബില്ല് ഞാൻ കണ്ടിരുന്നെന്നും അത് കണക്ക് കൂട്ടി നോക്കിയിരുന്നു എന്നും പറയുന്നു. അതിൽ നിന്നും എനിക്ക് വ്യക്തമായി മനസ്സിലായതാണ് നിങ്ങൾ പപ്പയെ പറ്റിക്കുകയാണെന്ന്. നിങ്ങൾ പപ്പയെ കബളിപ്പിച്ച് പൈസ തട്ടിയെടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായതാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ തട്ടിപ്പ് ഞാൻ വെച്ച് പൊറിപ്പിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ നിനക്കൊക്കെ ശമ്പളവും തരുന്നുണ്ട്, മൂക്കുമുട്ട തീറ്റയും തരുന്നുണ്ട്, എന്നിട്ടും കക്കുകയാണോടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് സ്റ്റാലിനെ വിളിക്കുകയാണ് നമ്മുടെ ഔതക്കുട്ടി. അപ്പോഴേക്കും സ്റ്റാലി അവിടേക്ക് എത്തുന്നുണ്ട്. ഇതാണോടാ നിൻ്റെ വിശ്വസ്തരായ പണിക്കാരെന്ന് വല്യപ്പച്ചൻ ശബ്ദത്തിൽ ചോദിക്കുന്നു. ഇവർ നിന്നെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, നീ ശമ്പളം ഇവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഇവരെന്തിനാണ് കക്കുന്നത് സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്നും എന്ന് കൂട്ടിച്ചേർക്കുന്നതും കാണാം. കക്കേ, അപ്പച്ചൻ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അലീന മോള് കണ്ടെത്തിയത് കൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. കുറേ നാളായി ഇവരിത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പലിശയും കൊടുക്കണം, അതായത് പൈസയും കൊടുക്കണം, പിന്നെ കക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നല്ല ജോലിക്കാരെ വെക്കുന്നതല്ലേ സ്റ്റാലി നല്ലത് എന്ന് ചോദിക്കുന്നു. ഇതെന്ത് മറ്റടുത്ത ഇടപാടാ, ഇതല്ലോ നിൻ്റെ പണിക്കാർ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം സ്റ്റാലി ആണെങ്കിൽ പൗലോസിനോട് ചോദിക്കുകയാണ്, പൗലോസേ ആൻ്റെപ്പാ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. അത് പിന്നെ കേണൽ സാബ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇവർ പപ്പയുടെ അടുത്ത് വന്നതിന് ശേഷം ഒരുപാട് പൈസ ഇങ്ങനെ സാധനങ്ങളിൽ തിരിമറി നടത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പപ്പയുടെ ഒരുപാട് പണം ഇവരുടെ പോക്കറ്റിലായിട്ടുണ്ട് എന്നും പറയുന്നു. പപ്പയെ പറ്റിച്ച് ഇവർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. താനിത് ഇന്നൊന്നും മനസ്സിലാക്കിയതല്ല, വന്നു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ താനത് മനസ്സിലാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ അലീന വെളിപ്പെടുത്തുന്നു. ഇതേ സമയം ഇവരെയൊക്കെ പോലീസിൽ പിടിച്ച് കൊടുക്കണമെന്നും ലക്ഷങ്ങൾ നമുക്ക് തരാനുണ്ടെന്നും പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ പൗലോസ് ആണെങ്കിൽ, അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ആ എടുത്ത കാശിന് ഫ്രീ ആയിട്ട് ഇവിടെ പണി ചെയ്തോളാം എന്നൊക്കെ പറയുന്നൊരു കാഴ്ച, അലീനയുടെ മുൻപിൽ പൊട്ടിക്കരയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ അലീന ക്ഷമിക്കുമെന്നൊക്കെ കണ്ട് തന്നെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.